പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാർ കുറവാണ്. നിങ്ങൾക്ക് ശരിയായ ഒരു നല്ല ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചെടുക്കാനുണ്ട്. നിങ്ങൾക്കത് വളരെ അത്യാവശ്യമാണ്. കാലതാമസം എടുക്കുമെന്ന് തോന്നുന്ന ഒരാഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കണം. അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ വരും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ സാധിച്ചെടുക്കണം. ആ ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടണം എന്ന ആഗ്രഹമുള്ളവർക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് വേണ്ടത് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ സമയം മെനക്കെടുത്തുന്ന ഒന്നും നിങ്ങളിതിൽ ചെയ്യാനില്ല. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ആഗ്രഹം ഒരുപാട് തടസ്സങ്ങളുള്ളതോ പ്രശ്നങ്ങളുള്ളതോ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കാൻ പറ്റാത്തതോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അത് എളുപ്പം സാധിച്ചു കിട്ടാൻ നല്ലൊരു മെത്തേഡ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു വൈറ്റ് A4 ഷീറ്റ് പേപ്പറാണ്. A4 ഷീറ്റ് ഇല്ലെങ്കിൽ എന്ത് പേപ്പറായാലും കുഴപ്പമില്ല. ഒരു 9 ടൈംസ് നമ്മുടെ ആഗ്രഹം എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു പേപ്പർ, ഒരു പേന എടുക്കുക. അതിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ കൂടുതൽ ഫലപ്രദമായിട്ട് തോന്നുന്നത്, മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജസിൽ എഴുതാം. ഇംഗ്ലീഷ് ആണെങ്കിൽ വളരെ ബെറ്റർ. ഇഫ് യു നോ ഇംഗ്ലീഷ് വെൽ, ഇൻ ദ സെൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ, എങ്കിലും എനിക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും, അങ്ങനെ ഒരു തോന്നലുണ്ട്. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഞാൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രം: നിങ്ങൾ അത് നടക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ എഴുതാതെ ആൾറെഡി അത് നടന്ന് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. ഇപ്പം നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടി എന്നുള്ള രീതിയിലുള്ളൊരു ടെക്നിക്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. ഇത് 100% ഫലപ്രദമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്ത് നോക്കി, ഞാൻ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളോടിത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും നടക്കും എന്നുള്ളതിൽ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ എവിഡൻസുകൾ സഹിതം ഞാൻ ഇത് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, നിനക്ക് ആ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടിയെന്ന്. പക്ഷെ അല്ല, എനിക്കത് കിട്ടാനുള്ള സാധ്യത ഒരു 5 or 10% ഉള്ളായിരുന്നു. ബാക്കി എനിക്ക് കിട്ടാതിരിക്കാനായിരുന്നു സാധ്യത. എന്നിട്ടും ഞാനത് സെക്യൂറാക്കി. അതിനൊരേ ഒരു റീസൺ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണെന്ന് ഞാൻ ഇപ്പോഴും അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. അപ്പം നിങ്ങളിത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളില്ലല്ലോ. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലായാലും നിങ്ങൾക്കിത് ചെയ്തു നോക്കാം. കിട്ടുന്ന റിസൾട്ട് വളരെ അതിശയകരമായിരിക്കും. ഞാൻ എഴുതിയത് ഒരു 9 ടൈംസാണ്. ഒരു പേപ്പറിൽ മുകളിൽ നിന്ന് താഴോട്ട് ഞാൻ ഒരു 9 ടൈംസ് എഴുതി. ഞാൻ 3 ഡേയ്സേ എഴുതിയുള്ളൂ. അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ജോലിയിൽ എന്നെ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് പ്രോസസ്സ്, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എഴുതിയില്ല, അതാണ് ശരി. എങ്കിലും എനിക്ക് ആ ജോലി കിട്ടി. അപ്പം ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു മാത്രം. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് ഫലപ്രദമാവും. ഞാനിതൊരു ഉപകാരപ്രദമാകട്ടെ മറ്റുള്ളവർക്കും. ഞാൻ ചെയ്തത് ഫലം കണ്ടതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ.